പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ മക്കൾക്ക് ആഴമായ ബോധ്യങ്ങൾ നൽകി പിശാചിന്റെ ആധിപത്യങ്ങളെ അവന്റെ വഴികളിൽ മനസ്സിലാക്കി തന്നുകൊണ്ട് കർത്താവെ വലിയൊരു വിമോചനത്തിലേക്ക്, വലിയൊരു വിടുതലിലേക്ക് നയിച്ചുകൊണ്ട് അങ്ങയുടെ മക്കളെ അങ്ങയോട് ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞ് അങ്ങേ ആരാധിക്കുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഭക്ഷണം അതിന് ചൈതന്യത്തോടെ സ്വീകരിച്ചുകൊണ്ട് കർത്താവെ സമയം എല്ലാം അറിഞ്ഞ് അത് സ്വീകരിക്കുവാനും പഠിച്ച് ജീവിക്കാനും ഞങ്ങൾക്ക് ഇടയാക്കണമേ. ജീവിക്കാൻ വേണ്ടി ഞങ്ങൾ ഭക്ഷിക്കട്ടെ, ഭക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ജീവിക്കാതിരിക്കട്ടെ. ഈ മേഖലയിലുള്ള പൈശാചിക ശക്തികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് വലിയ വിമോചനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവേ, വിമോചന പ്രാർത്ഥനയില് ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബത്തെയും മനുഷ്യകുലം മുഴുവനെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരുമിച്ച് വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ മുദ്ര വെച്ച് കർത്താവിന് സംരക്ഷണം ഏർപ്പെടുത്തിക്കൊണ്ട് ഈ വിമോചന പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭോ, ഉന്നത ശക്തികളോടും ഇരുളഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കൾ യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂര ഭരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വരണമേ. അങ്ങയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി സ്നേഹിക്കുന്നത്. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. അവനൊരിക്കലും മനുഷ്യനെ വഞ്ചിക്കുകയോ കീഴ്പ്പെടുത്തുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിന്റെ കാരുണ്യം ഞങ്ങളുടെ മേൽ പ്രത്യേകം ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതന് മുമ്പിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ സൈന്യത്തെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ. അവന് മേലിൽ ഒരിക്കലും മനുഷ്യ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ അസ്വസ്ഥതപ്പെടുത്താതിരിക്കട്ടെ എന്ന്, വഴിതെറ്റിക്കാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. വിശ്വാസ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തില് നമ്മെ, നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് ഈ വിമോചന പ്രാർത്ഥനയ്ക്ക് മുമ്പ് കർത്താവിന്റെ സന്നദ്ധിയില് നമ്മുടെ വിശ്വാസം നമുക്ക് വീണ്ടും ഏറ്റുപറയും. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും ലോകം മുഴുവനെ സമർപ്പിച്ചുകൊണ്ട് ഭക്ഷണാസക്തിയുടെ ഭോജന പ്രിയത്തിന്റെ രൂപിയെ പ്രത്യേകമാവിധം ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി ഞങ്ങളുടെ മക്കളെ വിടുവിക്കണമേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടും ഭക്ഷണത്തിലൂടെ കയറി വന്നിരിക്കുന്ന പൈശാചിക ശക്തികള്, അരൂപികള്, ആധിപത്യങ്ങള് നിർവീര്യമാക്കപ്പെടാൻ വേണ്ടി പ്രത്യേക നിയോഗം വെച്ചുകൊണ്ടും സകല മേഖലകൾക്ക് വേണ്ടി ഈ വിമോചന പ്രാർത്ഥന നമുക്ക് സ്വീകരിക്കാം. സർവശക്തനും പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ നാമത്തിലും ജീവദായകനായ
പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും കൂടെ പരിശുദ്ധ കന്യകാ മറിയത്തിന്റെയും വിശുദ്ധ യോസേപ്പ് പിതാവിന്റെയും മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിന്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും മാധ്യസ്ഥതയിൽ ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധ മാമോദീസായിലൂടെയും വിശുദ്ധ പൗരോഹിത്യത്തിലൂടെയും എനിക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ കൃപയിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ടും എല്ലാ ദുഷ്ടാരൂപികളോടും ദുഷ്ടശക്തികളോടും ഞാൻ ആജ്ഞാപിക്കുകയും കൽപ്പിക്കുകയും ചെയ്യുന്നു. പൈശാചിക ശക്തികളെ, നാരകീയ ശക്തികളെ, തിന്മയുടെ ആധിപത്യങ്ങളെ, ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യ മക്കളുടെ ജീവിതത്തിൽ തീരാവ്യാധികളും ദുഃഖങ്ങളും രോഗങ്ങളും പീഡകളും കഷ്ടതകളും ദുരിതങ്ങളും ആപത്തുകളും അപകടങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ, സ്വാധീനങ്ങളെ, മന്ത്രവാദങ്ങളെ, കൂടോത്രങ്ങളെ, സർപ്പദോഷങ്ങളെ, അശുദ്ധാത്മാക്കളെ, ശാപങ്ങളെ, കൈവിഷ ശക്തികളെ, ഹലാലിന്റെയും വശീകരണ യന്ത്രങ്ങളുടെയും ശക്തികളെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ അവിടുത്തെ ശക്തിയിൽ അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് നിങ്ങളെ ഞാൻ ശാസിച്ച് ബന്ധിക്കുകയും നിർവീര്യമാക്കുകയും ഈ മക്കളിൽ നിന്നും, ഇവിടെ കുടുംബത്തിൽ നിന്നും, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളിൽ നിന്നും, ജീവിത വഴികളിൽ നിന്നും ഉച്ചാടനം ചെയ്യുകയും കർത്താവായ യേശുവിന്റെ കുരിശിന്റെ പാദത്തിങ്കിലേക്ക് അയക്കുകയും ചെയ്യുന്നു. ഇനിമേൽ ഇവരെയോ ഇവിടെ ജീവിതങ്ങളെയോ ഞങ്ങളുടെ മക്കളെയോ അസ്വസ്ഥതപ്പെടുത്തരുതെന്ന് കർത്താവിന്റെ നാമത്തിൽ നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു. സർവശക്തനും പിതാവുമായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധമായ നാമം വിളിച്ചപേക്ഷിക്കുന്ന അങ്ങയുടെ ഈ ദാസരുടെ മേൽ കരുണയായിരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുമുമ്പാകെ നിൽക്കുന്ന ഈ മക്കളുടെ ആത്മാവിനെയോ മനസ്സിനെയോ ശരീരത്തെയോ ജീവിതത്തെയോ ജീവിത സാഹചര്യങ്ങളെയോ ബന്ധിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും രോഗങ്ങളും പീഡകളും ആപത്തുകളും അപകടങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും അധമ വികാരങ്ങളും വിദ്വേഷ വൈരാഗ്യങ്ങളും കലഹങ്ങളും ഭിന്നതകളും സംശയങ്ങളും ഭോജനാസക്തിയും ഭക്ഷണാസക്തിയും ഉണ്ടാക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളെയും ദുരാസക്തികളും ദുഷ്ചിന്തകളും ദുഷ്പ്രവർത്തികളും ഉളവാക്കുന്ന എല്ലാ ദുഷ്ടാത്മാക്കളെയും എല്ലാ തിന്മകളുടെയും വഞ്ചനകളുടെയും ഉറവിടവുമായ സാത്താനെയും അവന്റെ സൈന്യങ്ങളെയും അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ ശാസിക്കുകയും ബന്ധിക്കുകയും നിർവീര്യമാക്കുകയും ഈ മക്കളുടെ ആത്മാവിൽ നിന്നും മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ഉച്ചാടനം ചെയ്യുകയും കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇനിയൊരിക്കലും ഇവയൊന്നും അങ്ങയുടെ തിരുമുമ്പാകെ നിൽക്കുന്ന ഈ മക്കളെ അസ്വസ്ഥതപ്പെടുത്താതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിന്റെ പരിശുദ്ധമായ തിരുരക്തം ഈ മക്കൾക്കും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ജീവിതമായിട്ട് ബന്ധപ്പെട്ടവർക്കും കാവലായിരിക്കട്ടെ. അവിടുത്തെ വിശുദ്ധ കുരിശിന്റെ അടയാളം ഇവർക്ക് സംരക്ഷണമായിരിക്കട്ടെ. അങ്ങയുടെ ജീവദായകമായ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇവരെ വലയം ചെയ്യുകയും എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്ന് ഇവരെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. നിത്യകന്യകയായ പരിശുദ്ധ കന്യകാ മറിയത്തിന്റെയും പിശാചികളുടെ പേടി സ്വപ്നമായ വിശുദ്ധ യോസേപ്പ് പിതാവിന്റെയും മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിന്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും മാധ്യസ്ഥത്തിലും സാന്നിധ്യവും സംരക്ഷണവും ഇവർക്കും ഇവിടെ ജീവിതമായി ബന്ധപ്പെട്ടവർക്കും കാവലായിരിക്കുകയും ചെയ്യട്ടെ. ഇതുവഴി അങ്ങയുടെ ഈ മക്കൾ സൗഖ്യവും ശക്തിയും വിടുതലും പ്രാപിച്ച് അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും എന്നും എന്നേരവും സ്തുതിയും സ്തോത്രവും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ യോഗ്യരായി തീരുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും
ആമേൻ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ജീവിതങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ അവിടുന്ന് എല്ലാ തിന്മയുടെ സ്വാധീനത്തിൽ നിന്നും, എല്ലാ വശീകരണ ശക്തികളിൽ നിന്നും, ആസക്തിയിൽ നിന്നും വിടുവിക്കണമേ. ഭക്ഷണത്തിന്റെ ആസക്തി കർത്താവിൽ നിന്ന് അനേക മക്കളെ, കുടുംബങ്ങളെ നശിപ്പിച്ചിരിക്കുന്ന മേഖലയിൽ നിന്ന് ഞങ്ങളെയും, ഞങ്ങളുടെ മക്കളെയും, ഞങ്ങളുടെ കുടുംബങ്ങളെയും, ലോകം മുഴുവനെയും, എല്ലാ മക്കളെയും അവിടുന്ന് മോചിപ്പിക്കണമേ. യഥാർത്ഥമായ അപകടം തിരിച്ചറിഞ്ഞ് പിശാചിന് ഇടം കൊടുക്കാതെ ജീവിക്കാൻ, വിശപ്പുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പൈശാചിക ശക്തികളെ അറിഞ്ഞ് പരാജയപ്പെടുത്താൻ ഞങ്ങൾക്ക്, ഞങ്ങളുടെ മക്കൾക്കും ലോകം മുഴുവനും ഇടയാകട്ടെ. അങ്ങനെ ഈ ആത്മാവിനെ നിർവീര്യമാക്കുന്ന അങ്ങയുടെ ശക്തി, അധികാരം അങ്ങയുടെ മക്കൾ ഓരോരുത്തരും സ്വന്തമാക്കട്ടെ. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾക്ക് വേണ്ടി, വിമോചനം വേണ്ട എല്ലാ മേഖലകൾക്കും വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദത്തിന് വേണ്ടി നമുക്കൊരുങ്ങാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി, സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ വരങ്ങളും ചിന്തി, എല്ലാ കൃപകൾ നിറച്ച് വലിയ വിടുതലിലേക്ക്, സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച് സ്വർഗീയമായ ശക്തിയും സംരക്ഷണവും നിറച്ചുകൊണ്ട് ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെയും കുടുംബങ്ങളെയും അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ആ ശക്തിയും അഭിഷേകവും വിടുതലും സ്വന്തമാക്കി സ്വീകരിച്ച മക്കളെ, ശിവേ നന്ദി കർത്താവേ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിന് വലിയൊരു സംരക്ഷണവും വിടുതലും സ്വാതന്ത്ര്യവും അതിന്റെ പൂർണ്ണതയിൽ അനുഭവിക്കുവാൻ എല്ലാ മക്കൾക്കും